ഹലോ ലേണേഴ്സ്. ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആയിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് മൾട്ടിപ്പിൾ ചാനൽസിൽ നമ്മളെ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. സോ നോർമലി നമ്മൾ എങ്ങനെ ചെയ്യാതെ ഓരോ ചാനൽസ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ പബ്ലിഷ് ചെയ്യണമല്ലേ. സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഈസി ആക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. സോ അങ്ങനെ കുറച്ച് ടൂൾസ് നമുക്ക് എന്താക്കാം എന്ന് പരിചയപ്പെടാം. സോ ആദ്യമായിട്ട് ഇതിൽ വരുന്നത് മെറ്റയുടെ, അതായത് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വരുന്ന മെറ്റയുടെ സ്വന്തം ഒരു ടൂളാണ്. ഈ ടൂളിന്റെ നെയിമാണ് എന്ത്, മെറ്റ ബിസിനസ് സൂട്ട് എന്നുള്ളത്. ഒരുവേള നമ്മളെല്ലാവരും ഇതിൽ പരിചയമുള്ള ആളുകളായിരിക്കും, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെറ്റയുടെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടൂളാണ് എന്ത്, മെറ്റ ബിസിനസ് സൂട്ട് എന്നുള്ളത്. ഇപ്പൊ കറണ്ട് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൂളാണ് എന്ത്, മെറ്റ ബിസിനസ് സൂട്ട് എന്നുള്ളത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഫസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ കാണാം, കണ്ടില്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്സസ് ഉള്ള എല്ലാ പേജസും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഏതൊരു പേജിലാണ് നിങ്ങൾക്ക് കോണ്ടന്റ് പബ്ലിഷ് ചെയ്യേണ്ടത്, എന്താക്കുക, ഇനീഷ്യലി ആ ഒരു പേജിലേക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരും. ഈ ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് 2 എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് മെറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ടൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മെറ്റ പ്ലാറ്റ്ഫോംസിലേക്ക് മാത്രമേ കോണ്ടന്റ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതൊക്കെയാണ് മെറ്റ പ്ലാറ്റ്ഫോം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആണ്. സോ ഡാഷ്ബോർഡിൽ വന്ന് നിങ്ങൾക്ക് കാണാം ഏതൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് 2 പ്ലാറ്റ്ഫോമിലേക്ക് പബ്ലിഷ് ചെയ്യുന്ന രണ്ടും ചൂസ് ചെയ്യാം. മാനുവലി ഒരു പ്ലാറ്റ്ഫോം മാത്രം മതി എന്ത് ചൂസ് ചെയ്യാം, ആ ഒരു പ്ലാറ്റ്ഫോം മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ വൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മീഡിയാസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ആഡ് ഫോട്ടോ മീൻസ് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ചൂസ് ചെയ്യാം, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ചൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെന്റ്. സോ ഇനി നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് കാണാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ, അതായത് നമ്മുടെ ക്രിയേറ്റീവിന്റെ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ അല്ലേ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ ഈ ടെക്സ്റ്റിലുള്ളത്. ഇനി ഇവിടെ ഒരു ടോഗിൾ ബാർ കാണാം. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന് വേറെ തന്നെ ഡിസ്ക്രിപ്ഷനും ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻ കേസ് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്താക്കാം, ഈ ഒരു ടോഗിൾ ബാർ എനേബിൾ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ചുകൂടെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കെഡ്യൂളിംഗ് ഓപ്ഷൻസ് കാണാം, കണ്ടല്ലേ. സപ്പോസ് ഇപ്പോൾ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് നാളെയാണോ അല്ലെങ്കിൽ ഒരു സർട്ടൻ ടൈം പീരീഡിലാണ് പബ്ലിഷ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഫേസ്ബുക്കിന് ആദ്യം ഡേറ്റും ടൈമും ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ നീഡ് പോലെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് സ്കെഡ്യൂൾ ചെയ്യേണ്ട പോസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഓൾറൈറ്റ്, സോ ഇനി ഇവിടെ നേരെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങളുടെ പേജസിൽ ലൈവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിഷ് എന്നുള്ള ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ വൺസ് ഇപ്പൊ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കോണ്ടന്റ്സ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ ഈ കോണ്ടന്റ് എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കണ്ടല്ലേ. നിങ്ങളുടെ പേജസിൽ പബ്ലിഷ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റ്സും ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ആ പോസ്റ്റിൽ എഡിറ്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾറൈറ്റ്, ഇനിയുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോമിലേക്ക് ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാം, കണ്ടില്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നേരെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഷെയർ നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. ഷെയർ നൗ എന്ന് പറഞ്ഞാൽ കറന്റ് ഈ പേജിലേക്ക് ഇപ്പൊ തന്നെ പബ്ലിഷ് ആവും. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇതിനകത്ത് സ്റ്റോറീസ് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ പ്ലാറ്റ്ഫോം ത്രൂ ഡയറക്ട്ലി ചെയ്യുമ്പോൾ നമുക്ക് സ്കെഡ്യൂളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല. പക്ഷേ ബിസിനസ് സൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു സ്കെഡ്യൂളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൂൾ, മെറ്റ ബിസിനസ് ടൂൾ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു ടൂൾ കൂടെയാണ് ഇത്. ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമതായിട്ട് മറ്റൊരു ടൂൾ പരിചയപ്പെടാം. ആ ടൂളിന്റെ പേരാണ് ബഫർ എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ബഫർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് 14 ഡേയ്സ് വരെ ഫ്രീ ട്രയൽ ഈ ഒരു ടൂളിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു ടൂള് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂൾ അല്ല, മറിച്ച് പെയ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. സോ നമ്മുടെ ബഫറിന്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓൾറൈറ്റ്, സോ ഈ ബഫറിന്റെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളുടെ ചാനൽസ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടില്ല. ഇവിടെ പ്ലസ് ചാനൽ, ആഡ് ന്യൂ ചാനൽസ് എന്ന് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേജസ് കംപ്ലീറ്റ്ലി ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, ലിങ്ക്ഡിൻ, വാട്ടെവർ എല്ലാ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എൻ്റെ കറന്റ് പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 പ്ലാറ്റ്ഫോംസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വൺസ് നിങ്ങളുടെ വേണ്ട പ്ലാറ്റ്ഫോംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരാം. ഈ പബ്ലിഷിംഗിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കറന്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള 3 ചാനൽസ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. സോ ഇനി ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ
ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് എന്നുള്ള ഒരു നമ്മുടെ പോസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി നമുക്കിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ളത് കാണാം. നമുക്ക് ഏതൊരു ഫയലാണോ ആഡ് ചെയ്യേണ്ടത് അതെന്താക്കാം, ഇവിടെ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഫയൽ ആഡ് ചെയ്യുവാണ്. സോ ഒരു സാമ്പിൾ ഫയൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിപ്പം കറൻ്റ്ലി ഇവിടെ അൺസെലക്റ്റഡ് ആണ്. സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് കാണിക്കും, കണ്ടല്ലേ? സോ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ഈ 3 പ്ലാറ്റ്ഫോംസും എന്താക്കാം, സെലക്ട് ചെയ്ത് വെക്കാം. ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ, ഇവിടെ നമുക്ക് ഷെയർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്രോപ്പിൽ വന്നു കഴിഞ്ഞാൽ സ്കെഡ്യൂൾ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓരോ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അവൈലബിൾ ഡിഫറെൻറ്റ് ടൈമിൽ വേണമെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രിവ്യൂസ് കാണാം. കണ്ടല്ലേ, ഇൻസ്റ്റഗ്രാം ഇവിടെ കാണാം, ഫേസ്ബുക്ക് കാണാം, ഓരോ ടൂൾസ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമതായിട്ടുള്ള ടൂള്. ഇനി മാർക്കറ്റിൽ വേറെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ബഫർ എന്നുള്ളത്. ഇതിൻ്റെ പാക്കേജസ് ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് അഫോർഡബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചാനൽസ് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ തികച്ചും ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് പോവാം. അടുത്ത ടൂൾ കംപ്ലീറ്റ്ലി പെയ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഹോട്ട്സൂട്ട് ആണ്. സോ ഹോട്ട്സൂട്ട് ഒക്കെ തന്നെ നമുക്ക് ഫ്രീ ട്രയൽ മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് നമ്മളത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അഡീഷണൽ ആയിട്ട് എമൗണ്ട്സ് പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ കമ്പാരിറ്റീവ്ലി ആസ് എ പ്രാക്ടീസിങ് മാർക്കറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യു ക്യാൻ ഗോ വിത്ത് ബഫർ. ബഫറിനാണ് കമ്പാരിറ്റീവ്ലി ലോ പ്രൈസിങ് ഉള്ളത്. സോ ഇതാണ് നമ്മൾ പ്രൈമലി കോണ്ടന്റ് പബ്ലിഷിംഗ് ടൂളിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആയിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാൻ വേറെയും ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കറന്റ് ഏറ്റവും ഹിറ്റ് ലിസ്റ്റിലുള്ള ടൂൾസ് മാത്രമാണ് ഞാനിന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇനീഷ്യലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തികച്ചും മെറ്റാ ബിസിനസ് കൂടെ തന്നെയാണ്. ബാക്കിയുള്ള ടൂളുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ടു പേ, നമ്മൾ പേയ്മെന്റ് ചെയ്യാനായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ബഫറിന്റെ അകത്താണ് കൂടുതൽ നമുക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല ആസ് എ മാർക്കറ്റർ നമ്മൾ ടൈം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഈ ടൂൾസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ ടൂൾസ് അറിയാൻ വേണ്ടിയിട്ട് സീരിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.